നിങ്ങളുടെ വീട്ടിൽ ഉണ്ണിയപ്പം കൊതിയന്മാരുണ്ടോ? എന്റെ വീട്ടിലുണ്ട് എന്റെ മോള്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം നോക്കാം. പോവാം. ഈ ഉണ്ണിയപ്പം നമ്മൾ ഏത്തപ്പഴം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴം ചെറിയ പീസായിട്ട് സ്ലൈസ് ആയിട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ ശർക്കര പാനിയാക്കി എടുക്കുക. ഇനി അരച്ചെടുത്ത ഏത്തപ്പഴത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി എളുപ്പമാണ് കേട്ടോ. സാധാരണ ഉണ്ണിയപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ച് പൊങ്ങാൻ വെക്കണം. ഇവിടെ തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് പുളിച്ചൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളിട്ട എഫേർട്ട് അത്രയും വേസ്റ്റ് ആയിപ്പോകും. പക്ഷേ ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം. എന്നാൽ ടേസ്റ്റോ നല്ല അടിപൊളിയാണ് തന്നെ. ഇതിന് ശർക്കര നല്ല പാനിയാക്കിയിട്ട് ആ ചൂടോടുകൂടെ തന്നെ തിളയ്ക്കുന്ന പരുവത്തിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ചൂടിൽ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇപ്പോൾ എള്ള് ഇഷ്ടമുള്ളവർക്ക് എള്ള് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ എള്ള് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഞാൻ തേങ്ങ വറുത്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ തേങ്ങ വറുത്ത എണ്ണ കൂടെ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഉപ്പ് നിർബന്ധമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏലക്ക പൊടിച്ചത്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു കരകരപ്പ് വരാനായിട്ട് കുറച്ച് പഞ്ചസാര, ഞാൻ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ജസ്റ്റ് സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വീഴുക. വെള്ളം പോലെ ആവരുത്, വിട്ട് വീഴുക. ഇനിയൊന്നും ചെയ്യാനില്ല. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, നന്നായിട്ട് എണ്ണ ചൂടാക്കുക. അത് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. ഇനി ഒരു സൈഡ് ആഴി വരുമ്പോൾ നന്നായിട്ട് തിരിച്ചിട്ട് അപ്പുറം 2 വശവും നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉണ്ണിയപ്പം എടുക്കാനായിട്ട് പറ്റും. എത്ര പെട്ടെന്ന് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായെന്ന് വെക്കുക. ഇനി ഞാനതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, പുളിക്കാനൊക്കെ വെച്ച ഉണ്ണിയപ്പം പോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട് മാളു? ഹാപ്പി കിഡ്, ഹാപ്പി മം. ഇതിലും എളുപ്പം ഉണ്ണിയപ്പം ഒരു പക്ഷേ സ്വപ്നങ്ങൾ മാത്രം. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ.